ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്കിന്ന് ഒരു പ്രത്യേക വിഷയം ചിന്തിക്കാം. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ ആ അനുഗ്രഹത്തിന് ദൈവത്തോട് നന്ദി പറയാറുണ്ടോ? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഓർക്കേണ്ടത്. കാരണം പെട്ടെന്നുള്ള മരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് മുഴുവനും. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എത്ര മരണങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. എല്ലാം പെട്ടെന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ദിവസം കടന്നു പോകേണ്ടി വന്നാൽ നമ്മൾ കിട്ടിയിരിക്കുന്ന അനുഗ്രഹം ദൈവത്തിന് മുമ്പാകെ നമ്മൾ വെളിപ്പെടുത്തിയിട്ടാണോ പോകുന്നത് എന്നുള്ള ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ്. അത് മറന്നു പോകരുത്. ആ അനുഗ്രഹത്തിൻ്റെ മറവിൽ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ്, അതിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 കൊരിന്ത്യർ 1:10 എത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. എത്ര പ്രത്യാശയോടുകൂടിയാണ് പൗലോസ് അത് പറയുന്നതെന്ന് ഓർക്കണം. ഭയങ്കരമായ മരണത്തിൽ നിന്നും എത്ര ഭയങ്കര മരണത്തിൽ നിന്നും എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു എന്ന് എല്ലാവർക്കും പറയാൻ ഒരു ഇൻസിഡൻ്റെങ്കിലും ഉണ്ടാവും. പക്ഷേ നമ്മൾ പെട്ടെന്ന് അതങ്ങ് മറന്നു പോകും. അന്നേരം മാത്രം പറയൂ, എന്നെ ദൈവം വിടുവിച്ചതാണ്, കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അത് അന്നേരം തന്നെ നമ്മളങ്ങ് മറന്നു പോകും. പക്ഷേ ഈ പൗലോസ്ലീഹയെ പോലുള്ളവർ ഒരിക്കലും അവർ പിന്നീട് അത് മറക്കുന്നേ ഇല്ല. അതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയാൻ. നമ്മളെക്കൊണ്ട് ദൈവം തമ്പുരാൻ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു മത്സ്യത്തിനെ കൊണ്ട് പോലും ഒരു പ്രവാചകൻ്റെ വീണ്ടെടുപ്പിന് കാരണമാകാൻ കർത്താവിന് കഴിയും എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഒരു വീണ്ടെടുപ്പുകാരനായത് മത്സ്യത്തിലൂടെയാണ് യോന. അപ്പോൾ നമ്മൾ ഓരോരുത്തരിലൂടെയും കർത്താവ് ചിലത് ചിന്തിക്കുന്നുണ്ട്. നമ്മളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ പക്ഷേ ആ വഴിയിലൂടെ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമ്മൾ ഓരോരുത്തരിലൂടെയും കർത്താവ് ചിന്തിക്കുന്ന വഴിയിലൂടെ നമ്മൾ പോകുന്നുണ്ടോ? യൂദായെ പോലും ചേർത്ത് നിർത്താൻ യേശുതമ്പുരാൻ ഏറെ ശ്രമിക്കുന്നുണ്ട്. യൂദായെ ഒരിക്കലും അവസാന നിമിഷം വരെ നോക്കുന്നുണ്ട് തള്ളിക്കളയാതിരിക്കാൻ. നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മളെ തെറ്റി ഒന്ന് ചിന്തിക്കണം. എനിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ? എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഇത് പറയാറുണ്ടോ? എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ പാപിയായ എന്നോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? അതോ ഞാൻ എല്ലാം തികഞ്ഞവളാണ് അല്ലെങ്കിൽ തികഞ്ഞവനാണ് എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എല്ലാ കുറവുകളുടെയും നടുവിൽ നിന്നുകൊണ്ട് ഒരു ന്യായീകരണത്തിലൂടെയാണ് നമ്മുടെ പ്രാർത്ഥനയും ജീവിതവും പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളതൊന്ന് ചിന്തിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത്, എപ്പോഴെങ്കിലും സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? എത്ര ഭയങ്കര മരണത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചതൊക്കെ നമ്മളിലൂടെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ വേണ്ടി ആയിരിക്കാം. സത്യത്തിൽ നമ്മളെങ്ങനെയാണ്? ലഭിച്ചതൊന്നും പോരാ, ഇനിയും കൂടുതൽ ലഭിച്ചുകൊണ്ടേയിരിക്കണം. അതിനാൽ സൗകര്യപ്രദമായി നമ്മൾ ലഭിച്ചതിനെക്കുറിച്ചെല്ലാം അങ്ങ് മറന്നു പോകും. നമ്മൾക്ക് ലഭിച്ചതിനെക്കുറിച്ച് എന്നും ഓർത്ത് നന്ദി പറയണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. എല്ലാവർക്കും എല്ലാം ലഭിക്കുകയില്ല. നമ്മൾ കേട്ടിട്ടില്ലേ പറയുന്നത്, അവനതാകാം പക്ഷെ നിനക്കത് പാടില്ല എന്ന്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവനതാകാം പക്ഷെ നിനക്കത് പാടില്ല. കർത്താവ് നിനക്കത് തന്നിട്ടില്ല. യേശുതമ്പുരാനെ കുറിച്ച് തന്നെ ചിന്തിച്ച് നോക്കിക്കോ. യേശുതമ്പുരാൻ ഒരു വരി പോലും എഴുതിയിട്ടില്ല. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട ഒരു പേരെന്ന് പറയുന്നത് യേശു എന്നല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള ആ പേരായിരിക്കാം. കാരണം ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച പുസ്തകം എന്ന് പറയുന്നത് ബൈബിൾ തന്നെയാണല്ലോ. അപ്പോൾ ആ പേരായിരിക്കട്ടെ. പക്ഷേ ഇന്ന് വരെ ഒരു വരി പോലും എഴുതിയതായിട്ട് ഒരിടത്തും പറയുന്നില്ല. ദൈവം നമ്മെ പല മേഖലകളിൽ കൊണ്ടുചെന്ന് ആക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മെ ആക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് കുറച്ചിടത്ത് എന്നേ ഉള്ളൂ. അല്ലാതെ ആയുഷ്കാലം മുഴുവനും നീ ഒരു കാര്യം തന്നെ അങ്ങ് ചെയ്തോ എന്നല്ല പറയുന്നത്. കുറച്ച് കാലത്തേക്ക് നമ്മളെ എവിടെ ആക്കും, അവിടെ ഒന്ന് മാറ്റും. അങ്ങനെ മാറ്റി കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തന മേഖലകളെ മാറ്റുന്നുണ്ട്. അവിടെയെല്ലാം ദൈവകൃപയിലായിരുന്നോ, ദൈവകൃപയ്ക്കായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ എല്ലാം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിക്കോ. നമ്മൾക്ക് അനുഗ്രഹം ധാരാളമായി കിട്ടിക്കൊണ്ടിരുന്ന സമയങ്ങളുണ്ട്. ധാരാളം അനുഗ്രഹങ്ങൾ മഴ പോലെ പെയ്തുകൊണ്ടിരുന്ന സമയമുണ്ട്. നേരെ തിരിച്ച് അനുഗ്രഹം ഒട്ടും ലഭിക്കാത്ത ചില സമയങ്ങളിൽ നമുക്കുണ്ട്. എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കുന്നില്ലയോ തമ്പുരാനെ എന്ന് ചോദിക്കത്തക്കോണമുള്ള കാലങ്ങളും നമുക്കുണ്ട്. അപ്പോൾ അത് യേശുതമ്പുരാൻ്റെ കാലത്തിലും അത് തന്നെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓശാനയ്ക്ക് രാജാതിരാജൻ ഓശാന എന്ന് പറഞ്ഞ് ആർത്ത് ജനം വിളിച്ചു സന്തോഷത്തോടെ ആർത്ത് പാടിക്കൊണ്ട് യേശുതമ്പുരാനെ കൊണ്ട് നടന്നതാണ്.
ഒരാഴ്ച തികയുമ്പം ഞാൻ പറയുന്നുണ്ട് ഇവനെ ക്രൂശിക്കുക എന്ന്. അതുപോലെയുള്ള ആ ജനം തന്നെ ആർത്ത് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ നെറേറ്റീവായിട്ട് നമ്മളോട് ഇങ്ങനെ പറയുന്നത് തന്നെ ഈ കഥകൾ, വിവരണങ്ങൾ, അതുപോലെ അനുഭവങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ വളരെ വിവരിച്ച് നമ്മളോട് പറയുന്നതിൻ്റെ കാരണം തന്നെ ഇതിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകണം. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പം ഇതെല്ലാം നമുക്ക് ലഭിക്കുന്ന ദൈവവിളികളാണ്. ആ ദൈവവിളികൾക്ക് വേണ്ടിയിട്ടുള്ള വിവരണങ്ങളാണ് ഇതെല്ലാം. അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ നമ്മെ ഏതെല്ലാം തരത്തിൽ വിശ്വാസത്തിൽ ഉറപ്പിക്കാം എന്നാണ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓശാനയുമുണ്ട്, ക്രൂശീകരണവുമുണ്ട്. അപ്പം രണ്ടിലൂടെയും നമ്മൾ കടന്നു പോയേ ഒക്കത്തുള്ളൂ. കടലിൽ, തോണിയിൽ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ നല്ലൊരു കൊടുങ്കാറ്റടിച്ചപ്പോൾ നിലവിളിച്ചു, അവർ ബഹളം വെച്ചു. കർത്താവ് തോണിയിൽ ഇരിപ്പുണ്ടെങ്കിൽ തന്നെ അവർ നിലവിളിച്ചു. എന്നാൽ അവരെ കഠിനമായിട്ട് ഉപദ്രവിച്ച് മൃഗീയമായിട്ട് പീഡനേൽപ്പിച്ച് കൊല്ലാനായിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ആ രാത്രികളിൽ പോലും പത്രോസും പൗലോസും എല്ലാം സുഖമായിട്ട് ഉറങ്ങിയെന്നാണ്, പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഒരു വെപ്രാളവും വിഷമോ ബുദ്ധിമുട്ടോ ആകുലതയോ ഒന്നുമില്ല. സന്തോഷത്തോടെ നാളെയാണ് കൊല്ലാൻ വെച്ചേക്കുന്ന ദിവസം എന്നുള്ള ഓർമ്മയോടുകൂടി അവർ കിടന്നുറങ്ങി എന്നാണ് പറയുന്നത്. അവൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നത് എന്താണ്, എന്തുകൊണ്ട്, അത് നമ്മൾ തിരിച്ചറിയണം. അതിനൊക്കെയാണ് ഈ കഥകളും സംഭവങ്ങളും എല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്. എന്തു പറഞ്ഞാലും നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ദൗത്യ നിർവഹണമുണ്ട്. വ്യക്തമായി അത് നമ്മൾ മനസ്സിലാക്കണം. അതിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. നിസ്സാരമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഒന്നോർത്ത് നോക്കി, എന്തുകൊണ്ട് ഈ ദൈവപുത്രൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു? നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു, പിതാവിന് വേണമെങ്കിൽ ഇതൊന്ന് അവോയ്ഡ് ചെയ്തുകൂടായിരുന്നോ? ഇതിനെ ഒന്ന് മാറ്റാമായിരുന്നല്ലോ, ഇതങ്ങ് ഒഴിവാക്കാമായിരുന്നല്ലോ, ഈ പുത്രനെ ഇത്രയേറെ പീഡിപ്പിച്ച് കൊല്ലണമായിരുന്നോ? നമ്മൾ തന്നെ, എന്നോട് തന്നെ ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഈ ക്രിസ്തുവിനെ ഇങ്ങനെ കൊന്ന് ഇന്ന് ഇങ്ങനെ? കുറച്ച് നേരം നമ്മൾ ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാകും എന്തുകൊണ്ടാണ് എന്ന്. ഒന്നാമത് നമുക്ക് അതൊരു വലിയ ഒരു സംഭവമായിട്ട് നമുക്കത് കാണിച്ചു തരികയാണ്. എന്ന് പറഞ്ഞാൽ, പിതാവിൻ്റെ കൽപ്പന പുത്രൻ എങ്ങനെ നിറവേറ്റണം? പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ പുത്രനായതുകൊണ്ട് എൻ്റെ അവകാശങ്ങളെല്ലാം എടുത്ത് എങ്ങനെ വേണേലും ആകാമെന്നുള്ള രീതിയിലല്ല, അതുപോലെ തന്നെ നിറവേറ്റുകയാണ്. അതുപോലെ തന്നെ പുത്രനായ താൻ തന്നെ കൊല്ലപ്പെടണം എന്ന് പുത്രനും ചിന്തിക്കുന്നുണ്ട്. എൻ്റെ പിതാവ് ആവശ്യപ്പെടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ലോക ജനതയുടെ മുഴുവൻ പാപപരിഹാര യാഗമാണിത്. അപ്പോൾ നമ്മളൊന്ന് ഓർത്തു നോക്കണം, ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾക്ക് മാത്രമേ ഇത്രയും ജനതയുടെ പാപപരിഹാരകനായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു വ്യക്തി വേറെ ഇല്ല. ഈ ലോകത്തിൽ ജനിച്ചിട്ടുമില്ല, ഇങ്ങോട്ട് ജനിക്കത്തുമില്ല. കാരണം മനസ്സുകൊണ്ട് പോലും ഒരു പാപവും ചെയ്യാത്ത വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ പാപപരിഹാരയാഗമായി തീരാൻ സാധിക്കത്തുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ചേ, ഒരു ക്രിമിനലിന് ജാമ്യം എടുക്കണമെങ്കിൽ വേറൊരു ക്രിമിനലിന് ചെന്നാൽ കിട്ടുമോ? വേറൊരു ക്രിമിനലിനെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ ആ ക്രിമിനലിന് ജാമ്യം എടുക്കണമെങ്കിൽ ഒരു ക്രിമിനൽ അല്ലാത്ത ഒരാൾ ചിന്തിക്കണം, അല്ലെങ്കിൽ ചെല്ലണം, എന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ. മനസ്സുകൊണ്ട് പോലും പാപം ചെയ്യാത്ത ക്രിസ്തുവിന് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്രയേറെ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത ക്രിസ്തുവിനെ ഓർത്ത് നമ്മൾ ജീവിക്കുന്നവരാണ്. ഒരു കാര്യം നാം ചിന്തിക്കണം, നമ്മളിലൊരു മാറ്റം വരണം. ഒരു എക്സ്ട്രാ മൈലും കൂടെ യാത്ര ചെയ്യാൻ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് യാത്രയ്ക്ക് നമ്മൾ ഒരുക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ, ഒരു എക്സ്ട്രാ മൈൽ ദൂരം യാത്ര ചെയ്ത് നമ്മൾ നേടിയെടുക്കാവുന്ന സ്വർഗരാജ്യമാണ്. അല്ലാതെ എപ്പോഴും ഉല്ലാസവും സന്തോഷവും അങ്ങനെയുള്ള ഒരു ജീവിതം മാത്രം എനിക്ക് മതി, എനിക്ക് കഷ്ടപ്പാട് വയ്യ, എനിക്ക് പ്രയാസം വയ്യ, എനിക്ക് ദുഃഖം വയ്യ, ഒന്നും എനിക്ക് വയ്യ, എപ്പോഴും എനിക്ക് ഉല്ലസിച്ചിങ്ങനെ നടക്കണം. എന്നാലോചിച്ച് നോക്കി, ശിഷ്യന്മാർ ഗുരുവിൻ്റെ കൂടെ നടന്നുമ്പോൾ അവർക്ക് നല്ല സമാധാനവും സന്തോഷവും നല്ല രസമായിട്ടുള്ള ജീവിതം. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും വളരെയേറെ ജനത്തിൻ്റെ ആരോപങ്ങളും ഇതെല്ലാം കൂടെ കേട്ട് അവരാകപ്പാട് വളരെ സന്തോഷത്തിലാണ് കൂടെ നടന്നത്. ക്രിസ്തു മരിച്ചു കഴിഞ്ഞതിന് ശേഷം, യേശു മരിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിലും അവർക്ക് ആ ഒരു ഇഫക്റ്റിൽ പിന്നെയും ജീവിക്കാമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അത്ഭുതങ്ങളും ഒക്കെ കാണിക്കാമായിരുന്നു. അവർക്ക് അതിനുള്ള കഴിവും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി അവർ വിചാരിക്കുന്നത്, ഇനി അങ്ങനെയുള്ള ഒരു ജീവിതമല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഒരു എക്സ്ട്രാ മൈൽ, കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. ഒരു ബാല്യക്കാരിയുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ കള്ളം പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പിറ്റേന്ന് കൊല്ലപ്പെടുമെന്ന് കണ്ടിട്ട്, പീഡിപ്പിച്ച് കൊല്ലപ്പെടുമെന്ന് കണ്ടിട്ട് പോലും
പത്രോസ് സമാധാനമായിട്ട് ബലത്തോടെ ധൈര്യത്തോടെ കിടന്നുറങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ എക്സ്ട്രാ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ധൈര്യത്തോടു കൂടി അവരായി തീർന്നു. നമ്മളും എത്ര നമ്മുടെയും കാലങ്ങളൊക്കെ എപ്പോൾ കടന്നു പോകുമെന്ന് ആരും അറിയുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു പ്രിപ്പറേഷനോട് കൂടി ആയിരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള മെസ്സേജ്. സന്തോഷിച്ച് ആനന്ദിച്ച് ജീവിതം ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയാൽ പോരാ. നമ്മൾക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറേ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കണം. അതുപോലെ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ ബഹുമാനിക്കണമെന്ന് വേണമെങ്കിൽ അവർക്ക് ആ സാധാരണമായ ഒരു ജീവിതത്തിൽ അങ്ങനെ ആസ്വദിച്ച് ജീവിച്ച് മരിക്കാമായിരുന്നല്ലോ. പക്ഷേ അവർ അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം നേടിയെടുക്കാനായിട്ട് തീരുമാനിക്കുന്നതാണ്. ഒരിക്കലും അവർ വിചാരിക്കുന്നില്ല ഇനിയൊന്നുമില്ല, അല്ലെങ്കിൽ ഇനിയും നമുക്ക് കുറച്ചിങ്ങനെ ഉന്മാദിച്ച് സന്തോഷിച്ച് ജീവിക്കാമെന്ന് അവർ ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എങ്ങനെ കർത്താവിൻ്റെ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത് തീർത്ത് കർത്തസന്നിധിയിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് നമുക്കും ചിന്തിക്കേണ്ടത് തന്നെയാണത്. അല്ലാതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര സന്തോഷം തേടി ഓടി നടക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. എല്ലായിടത്തും അവർക്ക് സന്തോഷം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അവിടെ സന്തോഷം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി, ഇപ്പുറത്ത് സന്തോഷം ഉണ്ടെങ്കിൽ അങ്ങനെ ഓടി നടക്കുന്നവരോട് ഞാൻ എൻ്റെ ചോദ്യം ചോദിക്കുക, നമ്മുടെ ഒരു ബ്ലഡ് ടെസ്റ്റ് പോസിറ്റീവായി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം മൊത്തം കൂടെ തീരത്തില്ലയോ? പക്ഷേ ഇവരുടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഇവർക്ക് ഇത്രയേറെ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോഴും അവരുടെ സന്തോഷം തീരുന്നില്ല. അവരേറെ സന്തോഷവാന്മാരാണ്. അന്നേരം ജയിലിൽ കിടന്നുകൊണ്ട് അവർ നല്ല പാട്ടും പാടി പ്രാർത്ഥിച്ചാണ് കിടന്നുറങ്ങിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് പിറ്റേന്ന് കൊല്ലപ്പെടുമെന്ന് മനസ്സിലായിട്ടും അവർ വളരെ സന്തോഷത്തിലായിരുന്നു. നമ്മൾ ഏതെങ്കിലും നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ പെട്ടെന്ന് വന്ന് എല്ലാ സന്തോഷവും നമ്മുടെ നിന്ന് പോകാറുണ്ട്. അതുകൊണ്ട് കാരാഗ്രഹത്തിൽ സന്തോഷത്തോടെ രാത്രിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കൂടിയതുപോലെ എന്ത് വന്നാലും ദൈവസന്നിധിയിൽ ഞാൻ സന്തോഷവാനാണ്. എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എക്സ്ട്രാ കൂടുതലായിട്ട് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ള തീരുമാനത്തോടു കൂടി നമുക്ക് ജീവിക്കാം. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.